സുഹൃത്തെ, നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തന്നെ ആലോചിക്കുമ്പോൾ തോന്നുന്നൊരു ഫീലിങ്സ് ഉണ്ട്. ആ ഫീലിങ്സ് ഒരു സാധാരണക്കാരനായിട്ട് ജീവിച്ചു പോകുന്നൊരു വ്യക്തിയുടെ ഫീലിങ്സ് ആയിരിക്കില്ല. ജീവിതത്തിൽ വൻ വിജയങ്ങൾ നേടാൻ പോകുന്ന ഒരു വിജയിയായിട്ട് മാറാൻ പോകുന്നൊരു വ്യക്തിക്ക് വരുന്ന ഫീലിങ്സ്. നമ്മളതിനെ സെൽഫ് എസ്റ്റീം എന്നാണ് വിളിക്കുക. മലയാളത്തിൽ പറഞ്ഞാൽ ആത്മാഭിമാനം. ഇത് ഉള്ള ആളുകൾക്ക് അത്യാവശ്യം വിജയിക്കാനുള്ളൊരു കാപ്പബിലിറ്റി കൂടുതലായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഈ സെൽഫ് എസ്റ്റീം കൂടുതലുള്ള ആളുകൾ എല്ലാവരുടെ ഇടയിലും ഇങ്ങനെ ഒരു പാവമായിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കില്ല. നമ്മളിൽ പല ആളുകളുടെയും പ്രശ്നമായിരിക്കും ജീവിച്ച് വളർന്നു വന്ന ബാക്ക്ഗ്രൗണ്ടുകളെ പറ്റി ചിന്തിക്കുമ്പോൾ, അച്ഛനമ്മമാരെ പറ്റി, സുഹൃത്തുക്കളെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് വലിയൊരു മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ചിന്തകളിങ്ങനെ ഒരു താഴ്ന്ന ലെവലിലേക്ക് പോകുന്നൊരവസ്ഥ. ഈ ഒരു മെൻറ്റാലിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, അതിൻ്റെ വാല്യൂ കുറയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതായിരിക്കും അവസാനം നിങ്ങൾ എത്തിച്ചേരുന്ന അവസ്ഥ. അത്യാവശ്യം ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അതിൻ്റെ കാരണം അവർ വളർന്നു വന്നത് ചിലപ്പോൾ നല്ല ഫാമിലിയിലൂടെ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു സാധ്യത കിടക്കുന്നത് അവർ ഒരു മോശം ഫാമിലിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്ത് വന്ന ആളുകളായിരുന്നു എന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് പോകാൻ കഴിവുള്ള ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ കഴിയും എന്നുള്ള കാര്യമാണ് ഞാനിന്ന് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മറന്നുകൊണ്ട് നിങ്ങളിലേക്ക് ഹൈ സെൽഫ് എസ്റ്റീം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതെങ്ങനെ നിർമ്മിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. കൃത്യമായിട്ടുള്ള നല്ല ക്ലാരിറ്റിയിലുള്ള ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ഡ്രൈവ് നമുക്ക് വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് മാറ്റത്തിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മളിലേക്ക് കൊടുക്കാൻ കഴിയും. ഞാൻ ഇന്ന് ചെയ്യുന്നത് അതാണ്. നിങ്ങളുടെ ചിന്തകളിലേക്ക് നിങ്ങളെ ഒരു പുതിയ ആളാക്കി മാറ്റിക്കൊണ്ട് നിങ്ങളെ തന്നെ കാണിക്കാൻ പോവാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള വിഷ്വലൈസേഷൻ ടെക്നിക്കുകൾ നമ്മളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആ പദവികൾ വരുന്നു എന്നാണ് ഒരുപാട് പഠനങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ചിന്തകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ കാണാൻ കഴിയുന്നു അതാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകളെപ്പറ്റി ചിന്തിക്കാതെ നിങ്ങളിലേക്ക് മനഃപൂർവ്വം കുറച്ച് ഹൈ ലെവൽ ചിന്തകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അത് വരാനുള്ള സാധ്യത കൂടി വരുന്നു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ എല്ലാ ആളുകളോടും പറഞ്ഞു നടന്നിട്ട് നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നമ്മൾ വീണ്ടും വീണ്ടും താഴ്ന്ന അവസ്ഥയിലേക്ക് മാത്രമേ പോകൂ. ആളുകളതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. കുറച്ച് നേരം നിങ്ങൾക്കൊരു സിമ്പതി കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് പ്രശ്നത്തിലൂടെ പോകുന്ന ആളുകളാണെങ്കിലും അതൊക്കെ ഒന്ന് കഴിയുന്നത് മറക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞു, അതൊന്നും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ലൈഫിൽ വിജയിച്ചോ, അപ്പോൾ ആളുകൾ വരാൻ തുടങ്ങും, നിങ്ങളുടെ പിറകെ വരാൻ തുടങ്ങും. നിങ്ങൾ ഒരു നല്ല പൊസിഷനിലെത്തിക്കഴിഞ്ഞാൽ, നിങ്ങളിലേക്ക് മൂല്യമുള്ള വസ്തുക്കൾ നിങ്ങൾ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ആളുകൾ നിങ്ങൾ പിറകെ വരും. നിങ്ങൾ ഒരു പാവപ്പെട്ട ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു പുതിയ കാറ് വാങ്ങിയിട്ട് നോക്കൂ. ഒരു നല്ലൊരു പൊസിഷനിൽ നിങ്ങൾ എത്തിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബക്കാരൊക്കെ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങും. ശരിക്കും പവർ എന്ന് പറഞ്ഞാൽ അതിൽ പണത്തിന് വലിയൊരു പങ്കുണ്ട്. ഓരോ ആളുകൾക്കും അയാളുടെ സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ സമ്പാദിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. നമ്മൾ ആ കഴിവുകളെ കണ്ടെത്തി അതിനെ എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ വ്യക്തിയെ നിങ്ങൾ ഇപ്പോൾ മുതൽ വിഷ്വലൈസ് ചെയ്യാൻ പോവുകയാണ്. ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക, റിലാക്സ്ഡ് ആയിട്ട് ശ്വാസം ഒഴിവാക്കുക, നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക. നല്ലൊരു പൊസിഷനിലുള്ള നിങ്ങളെ ഇപ്പോൾ മുതൽ നിങ്ങൾ കാണാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ലിമിറ്റിംഗ് ബിലീഫുകളൊക്കെ നമ്മൾ പതിയെ തുടച്ചു മാറ്റാൻ പോവുകയാണ്. നിങ്ങൾ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. അയാളുടെ ചിരിക്കുന്ന മുഖം നിങ്ങൾ കാണുന്നു. ആളുകളുടെ ഇടയിൽ പ്ലസൻ്റായിട്ട് പ്രൗഢിയോടെ നിൽക്കുന്ന അയാളുടെ ഫേസ് നിങ്ങളിപ്പോൾ ആസ്വദിക്കുകയാണ്. നിങ്ങൾ കുറേ ആളുകളുടെ ഇടയിൽ വിലപിടിപ്പുള്ള ഒരു വ്യക്തിയായിട്ട് അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വാഹനത്തിലാണ് നിങ്ങളവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ വസ്ത്രധാരണമൊക്കെ വളരെ കോൺഫിഡൻ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ലക്ഷറി ആയിട്ടുള്ള പെർഫ്യൂമുകളുടെ സ്മെല്ല് ആസ്വദിക്കാൻ സാധിക്കുന്നു. ആളുകളുടെ ഇടയിൽ നിങ്ങൾക്ക് നല്ലൊരു വാല്യൂ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ കാരണം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ തോന്നിയ സെൽഫ് എസ്റ്റീമും നിങ്ങളുടെ പവറുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ആ പവർ വന്നത് നിങ്ങൾ നേടിയിട്ടുള്ള കഴിവുകൾ കൊണ്ടും നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ടും നിങ്ങളിപ്പോൾ സമ്പാദിച്ച പണം കൊണ്ടുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. സമൂഹത്തിൽ നല്ലൊരു വിലയുള്ള വ്യക്തിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ അവിടെ കാണാൻ കഴിയുന്നു. ആളുകളോട് പവർഫുള്ളായിട്ട് പ്ലസൻ്റായിട്ട് സംസാരിക്കുന്ന നിങ്ങൾ, എല്ലാവരും കയ്യിലെടുക്കാൻ കഴിവുള്ള നിങ്ങൾ, മോശം അഡിക്ഷൻ്റെ പുറകെയൊന്നും പോകാത്ത വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള നിങ്ങൾ,
നിങ്ങൾക്ക് വിലപിടിപ്പുള്ള ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങളതിൽ ബിസിയാവുന്നു. സ്മാർട്ടായിട്ട് ആളുകളോട് ഇടപെടുന്ന, നല്ല രീതിയിൽ സംസാരിക്കുന്ന നിങ്ങൾ കാരണം നിങ്ങളുടെ പാരൻസൊക്കെ അഭിമാനിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങൾ പോകുന്ന വഴിയിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ വലിയ പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടുള്ള നിങ്ങളിന്ന് അനുഭവിക്കുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു. നിങ്ങളെ താഴ്ത്തിക്കെട്ടിയ ആളുകളൊക്കെ അവർ നിങ്ങളെ വീണ്ടും സുഹൃത്താക്കാൻ വേണ്ടി നിങ്ങളുടെ പിറകെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കുക. അവർക്കൊക്കെ ഒരു പുഞ്ചിരി മാത്രം കൊടുക്കുന്ന നിങ്ങൾ. വിഷ്വലൈസേഷൻ പതിയെ അവസാനിപ്പിക്കാം. ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാൻ കഴിയുന്ന ചിന്തകളാണ് പലരെയും ആ രീതിയിൽ ആക്കി തീർത്തത്. ഇനി നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ആളുകളുടെ ഇടയിലുള്ള മൂല്യം എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം, നിർമ്മിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ്. വലിയൊരു സെൽഫ് എസ്റ്റീം നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ ആക്ഷനിലേക്ക് നിങ്ങൾ ബ്രില്യൻ്റായിട്ട് സമീപിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ ലൈഫിലേക്ക് കോൺഫിഡൻസ് കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തു തുടങ്ങുക. മാനസികമായിട്ട് നിങ്ങളിലേക്ക് കോൺഫിഡൻസും ഹാപ്പിനെസ്സൊക്കെ കൊണ്ടുവരുന്ന ചെറിയൊരു സാമ്പിൾ പറയാം. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ പ്രൊഫൈലുകളില്ലാത്ത ആളുകൾ കുറവായിരിക്കും അല്ലേ? നിങ്ങൾക്കുണ്ടായിരിക്കും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ നല്ല നല്ല പ്രൊഫൈലുകൾ. ഇതിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തോന്നുന്ന നിങ്ങളുടെ നല്ല ഹെയർ സ്റ്റൈലുള്ള, നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അത് നല്ല റിച്ച് ഏരിയകളിൽ നിന്നോ നല്ല വാഹനങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു രസമാണ്. റിയൽ ആയിട്ടുള്ളൊരു ഫോട്ടോ. എല്ലാവരുടെയും മെൻറ്റാലിറ്റി ഈ ഒരു ടൈപ്പിലായിരിക്കില്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. എൻ്റെയൊക്കെ കേസ് പറയുകയാണെങ്കിൽ എൻ്റെയൊക്കെ പേജ് ഹാൻഡിൽ ചെയ്യുന്നപ്പോൾ വേറെ കമ്പനികളാണ്. ഈ ഒരു മലയാള അഫർമേഷൻ്റെ പേജല്ല കേട്ടോ, എൻ്റെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ. പൊതുവെയുള്ള ഭൂരിഭാഗം ആളുകളുടെ ഒരു സ്വഭാവം വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ അവരിലേക്ക് ഒരു കോൺഫിഡൻസിന് കാരണമാവാറുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഒരു തുടക്കമാണ്. നിങ്ങളിലേക്ക് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തുടക്കം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സംസാരിച്ച് പഠിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുക എന്നുള്ള കാര്യമാണ്. പല ആളുകളും ലൈഫിൽ എവിടെ എത്താത്തതിൻ്റെ കാരണം അവർക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെ എന്തു ആക്കുന്നത് ഹാർഡ് വർക്കാണ്. പക്ഷേ നമ്മളിലേക്ക് പല ഡീലിംഗ് വരുന്നതിൻ്റെ കാരണം നിങ്ങളുടെ നല്ലൊരു കമ്മ്യൂണിക്കേഷനാണ് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ആളുകൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോഴേ നിങ്ങളിലേക്ക് വലിയ ഓപ്പർച്യൂണിറ്റികൾ വരുന്നുള്ളൂ. നിങ്ങളുടെ സംസാരം വെറും ഇഷ്ടം മാത്രമല്ല, അത് ചാലഞ്ചുകളായി തീരാറുണ്ട്, മത്സരങ്ങളായി തീരാറുണ്ട്. എന്തായാലും എവിടെയും പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു ടോക്കിംഗ് മെൻറ്റാലിറ്റി നിങ്ങളുണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ആണുങ്ങളോടാണെങ്കിലും പെണ്ണുങ്ങളോടാണെങ്കിലും കുട്ടികളോടാണെങ്കിലും നിങ്ങളൊരു ഷോപ്പിൽ പോവുകയാണെങ്കിലും അവരോടൊക്കെ ജെൻറ്റിലായിട്ട് പിടിച്ചു നിന്ന് സംസാരിക്കാനുള്ളൊരു കഴിവുണ്ട്. സ്ലോ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ കാര്യം മാത്രം പറഞ്ഞ് അവരിലേക്കൊരു ഇംപ്രഷൻ കൊണ്ടുവരാനുള്ളൊരു കഴിവുണ്ട്. അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെയുള്ള ആളുകളെ എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയേക്കാം. നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എല്ലാവരും കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലൂടെ ആ വാല്യൂ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. എനിക്കൊക്കെ ആ ഒരു കഴിവ് കുറവാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ള മറ്റ് ഫീൽഡുകളിലേക്ക് ഞാൻ മാക്സിമം എഫേർട്ട് എടുക്കുന്നു. ആ ഒരു കഴിവ് നിങ്ങൾ മനഃപൂർവ്വം നിർമ്മിച്ചെടുക്കുക. നിങ്ങൾ അതിനെന്ത് ചെയ്യാമെന്ന് വെച്ചാൽ കഴിയുമെങ്കിൽ ചെറിയ കുട്ടികളോടൊക്കെ സംസാരിച്ച് സ്നേഹത്തോടെ സംസാരിച്ച് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. പുതിയ ആളുകളെ കാണുമ്പോൾ ആരെയും ഭയക്കാത്ത രീതിയിൽ ആവശ്യമുള്ള ആളുകൾക്ക് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട്, ഇതിലും വലിയ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ സംസാരിച്ച് നോക്കൂ. ആളുകൾ നിങ്ങളെ കൂടെ നിൽക്കും. അവർക്ക് നിങ്ങളെപ്പറ്റി ഓർമ്മകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നോക്കുക. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനൊക്കെ കണ്ടാൽ നിങ്ങൾ എങ്ങനെയാണ് ഈ പഠിച്ച് ഈ ജോലിയൊക്കെ നേടിയത് എന്നൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പേഴ്സണലായിട്ടുള്ളൊരു ബോണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. അവർ ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കാം. അവർക്ക് ഒരിക്കലും ശല്യം ഉണ്ടാക്കാത്ത രീതിയിൽ, അവർക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നുന്ന രീതിയിൽ, ഒരു പേഴ്സണൽ ബോണ്ട് ഇതിന് കാരണമാകുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുന്നത് വളരെ നല്ലതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പീക്ക് ലെസ്, ലിസൺ മോർ. അടുത്തത്, എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ള കാര്യം നമ്മൾ പഠിക്കാൻ തന്നെ ഇറങ്ങണം. നിങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളൊക്കെ പരിചയപ്പെടാൻ കഴിയുമ്പോൾ നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യാം. എൻ്റെ ഫാമിലിയിലുള്ള ഒരാൾ ഈ ലെതറിൻ്റെ ഐറ്റംസ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട്, അത് മുംബൈയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ എവിടെ നിന്നാണ്, പല രീതിയിലുള്ള ബാഗുകൾ, വാളറ്റുകൾ, ഇതൊക്കെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് കേരളയിൽ ഒക്കെ ഒരുപാട് സപ്ലൈ ചെയ്യുന്നുണ്ട് പല ഷോപ്പുകളിലൊക്കെ ആയിട്ട്. എന്തോ ഒരു പരിപാടിക്ക് ഞാൻ ഇയാളെ കണ്ടപ്പോൾ ഇതെങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വെറുതെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം അയാളുമായിട്ട് ഇപ്പോൾ നല്ലൊരു റിലേഷനുണ്ട്. അയാളിപ്പോൾ പല സ്ഥലത്തും പോകുമ്പോൾ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ശക്തമായിട്ടുള്ള റിലേഷൻസ് കിട്ടാൻ ചെറിയ 1-2 ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി ഉണ്ടാവാം. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫീൽഡിലേക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അടുത്ത കാര്യം, ഒരാളെയും ജഡ്ജ് ചെയ്യാതിരിക്കുക, മറ്റുള്ള ആളുകളെ പറ്റി വേറെ ആളുകളടുത്ത് പോയിട്ട് പറയാതിരിക്കുക. അത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ മൂല്യം ഇടിയുന്നതിനൊരു കാരണമാണ്. നിങ്ങളെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കേണ്ടത്. മറ്റുള്ള ആളുകളുടെ അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു മാറ്റർ അല്ല. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, സോഷ്യലി നിങ്ങളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ നിമിഷത്തിലും. അടുത്ത കാര്യം, നിങ്ങളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാത്രം നടക്കുന്ന ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ നിങ്ങൾ അവസാനിപ്പിക്കുക. ഇതിൽ ഫ്രണ്ട്സ് മാത്രമല്ല വരുന്നത്, ഇതിൽ ലവർ, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് ഇവരൊക്കെ ഈ രീതിയിൽ ടോക്സിക് ആയിട്ട് പലപ്പോഴും മാറാറുണ്ട്. നിങ്ങളെ അവരുടെ ഫ്രീക്വൻസിയിലേക്ക് തരം താഴ്ത്തി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവരുടെ കൂടെ നിങ്ങൾ നടക്കാതിരിക്കുക. അതിനെ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവർ വേസ്റ്റാണ്. നിങ്ങളുടെ അറിവുകളും കഴിവുകളും ഊറ്റിയെടുക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ആളുകളായിരിക്കും അവരും. ഇത്തരക്കാരെ കൊണ്ട് നടക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സ്വയം അറിഞ്ഞു തുടങ്ങുക. ഈ രീതിയിലൊക്കെ നിങ്ങളൊന്ന് മാറ്റി തുടങ്ങുക. ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി പവറാണെന്ന് കാണിക്കാൻ വേണ്ടി പവർഫുള്ളായിട്ടുള്ള ഹാൻഡ് ഷേക്കുകൾ കൊടുക്കുക. ഒരുപാട് ഇങ്ങനെ ഫോണിൽ സംസാരിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇല്ലാതാക്കാതിരിക്കുക. നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് മാത്രം പോകാൻ നോക്കുക. ഇനി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ശരീരഭാഷകൾ കാണിച്ചു തുടങ്ങുക. നടക്കുമ്പോഴാണെങ്കിലും ആളുകളോട് സംസാരിക്കുമ്പോഴാണെങ്കിലൊക്കെ വളരെ ജെൻറ്റിലായിട്ട് കണ്ണിലൊക്കെ നോക്കി സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ നിങ്ങൾ കൊണ്ടുവരിക. ആക്ഷന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. നേടേണ്ട കാര്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുക. എന്ത് കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും നിങ്ങളുമായിട്ട് ഒരുപാട് അടുത്ത ആളുകളോട് കൂടുതൽ അഭിപ്രായങ്ങൾ ചോദിക്കാതിരിക്കുക. നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ കുറച്ചൊക്കെ ചെയ്യുക. അതായത് കമൻസിനെ ഭയക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ ചിന്തകളിലൂടെ ആയിരിക്കില്ല മറ്റുള്ള ആളുകൾ ജീവിക്കുന്നത്. ഇതിൽ ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിഷ്വലൈസേഷൻ്റെ കാര്യങ്ങളും രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ആക്ട് ആസ് ഇഫ് കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളുമാണ്. അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. താങ്ക് യു.